ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രുതിയുടെ രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ ശ്രീകാന്തിനെ കുറിച്ച് ഓർമ്മ വന്ന് ഭയങ്കര സങ്കടമാണെന്നൊക്കെ. ഉടനെ ശ്രുതി പറയും, എന്തായാലും അവർ വേറൊന്നും ഓർക്കാതിരിക്കട്ടെന്ന്. അതെന്താ വേറെന്തോ ഓർക്കാനാണെന്നോ രേവതിക്ക്? ഒന്നുമില്ല രേവതി, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് വെള്ളവും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ശ്രുതി വെള്ളം കൊണ്ട് റൂമിൽ ചെല്ലുമ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ ഫോണിനകത്ത് കാനഡയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൻ്റെ പരസ്യമൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതിയോട് വരുന്നുണ്ടെ പറയുന്നത്, നോക്കിയ ശ്രുതി, നിനക്ക് അവിടെ തുടങ്ങാൻ പറ്റിയ ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുക്കാനോ പറ്റും ഈ ബ്യൂട്ടി പാർലറിൽ എന്നൊക്കെ പറയുന്നുണ്ട്. കാനഡ അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ചൂടുവെള്ളമുള്ള ഗ്ലാസ് എടുത്ത് ശ്രുതിയുടെ ദേഹത്ത് വെക്കുന്നുണ്ട്. എന്താ ശ്രുതി ഇത്, എനിക്കങ്ങ് പൊള്ളിയല്ലോ എന്ന് പറയും. ഇനി മേലിൽ ഈ കാനഡ കേസ് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി. പിന്നീട് കാണിക്കുന്നത് സച്ചിയും രവീന്ദ്രനോട് കയറി വരുന്നതാണ്. അന്നേരം രവീന്ദ്രൻ പറയുന്നുണ്ട്, നടക്കാൻ പോയി എന്നെ പിടിച്ചെന്തിനാ നീ കാർ കയറ്റിക്കൊണ്ട് വന്നെന്ന്. ഞാൻ നടക്കാനല്ലേ പോയെന്ന്. അച്ഛാ, ഒത്തിരി നേരം നടന്നു കഴിയുമ്പോഴത്തേനും ആകെ ക്ഷീണമാകുകയല്ലേ, അപ്പം പിന്നെ കാറൊക്കെ കയറി പോന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവർ വന്ന് അകത്ത് ഇരിക്കുന്നുണ്ട്. ഹാളിലിരിക്കുന്ന സമയത്ത് ഒരു ബോയ് വന്ന് പറയും, ഒരു പാഴ്സലുണ്ട് ശ്രീകാന്തിനാന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് അവിടെ ഇല്ല എന്നുള്ള കാര്യം രവീന്ദ്രൻ മറന്നു പോകും. മോളെ രേവതി, ശ്രീകാന്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാതെ ഒരു പാഴ്സൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറയും. എന്നാൽ രേവതി ഇറങ്ങി വന്നിട്ട് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശ്രീകാന്ത് എന്നുള്ള പേര് കേൾക്കുന്ന ഉടനെ ചന്ദ്രമതി ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രവീന്ദ്രനിട്ട്. അപ്പോൾ സാച്ചി എന്ന് പറയും, അച്ഛാ അവൻ അവിടെ ഇല്ലല്ലോ, വന്നില്ലല്ലോ ശ്രീകാന്ത് എന്ന്. വന്നില്ലല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് രവീന്ദ്രൻ. അന്നേരം ചന്ദ്രമതിക്കും ഭയങ്കരമായിട്ട് സങ്കടവും കണ്ണുനീരും ഒക്കെ വരുവാണ്. അപ്പോൾ സച്ചി എന്നാൽ പാഴ്സലൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ രവീന്ദ്രനും ചന്ദ്രമതി എല്ലാം ശ്രീകാന്തിനെ മിസ് ചെയ്യുന്നു എന്ന് അറിയുമ്പോഴത്തേനും ഉടനെ ശ്രുതി നിന്നങ്ങ് പറയുകയാണ്, എന്തായാലും ഈ സച്ചി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലേ ശ്രീകാന്ത് ഇങ്ങോട്ട് വരാതിരുന്നത്. അയാളെ അടിക്കാൻ പാടുണ്ടായിരുന്നു, അദ്ദേഹം അത്രയും വലിയ മനുഷ്യനല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞങ്ങ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരുവത്തിൽ ഇവരെ എല്ലാം ഇരുന്ന് തിളപ്പിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ ഇപ്പോൾ ആ കാര്യം ഇവിടെ പറഞ്ഞെന്ന്. അപ്പോഴത്തേന് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞ ഉടനെ ചന്ദ്രമതി എല്ലാവരോടുമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ മോൻ ഇനി ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും, ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് എൻ്റെ മോൻ ഇങ്ങോട്ട് വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോകും. പിന്നീട് കാണിക്കുന്നത് സച്ചിൻ രേവതിയും കൂടെ കിടക്കാനായിട്ട് പായൊക്കെ വിരിച്ചിരിക്കുന്ന സമയത്ത് രേവതി ഒരു ഗ്ലാസ് പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പാലൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആദ്യം സച്ചി ബഹളം വെക്കുമെങ്കിലും കുടിക്കെന്ന് പറഞ്ഞ് രേവതി കൊടുക്കുന്നിട്ട് ഇവരൊന്ന് സംസാരിക്കുക. അപ്പം അന്നത്തേന് രേവതി പറയും, എന്തായാലും ശ്രീകാന്ത് ഇങ്ങോട്ട് വരാത്തതിൽ അച്ഛന് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ പറയും. അത് ശരിയാ, അച്ഛനും ഉണ്ട് അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സങ്കടമാണെന്ന് പറയും. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, നമുക്ക് ആ പ്രോഗ്രാമിന് പോകണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കും. അന്നേരത്തേന് ഉടനെ സച്ചി ഒറ്റിടി ഞാൻ തരുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഞാൻ വരുന്നില്ലെന്ന്, നീയൊക്കെ കൂടിയല്ലേ എന്നെ വിളിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയും. ഞാനവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു, മാക്സിമം എന്നെ പ്രകോപിപ്പിച്ച് ഓരോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവിടെ പലരും ശ്രമിച്ചു, എന്നിട്ട് പോലും ഞാൻ അനങ്ങാതിരുന്നതല്ലേ, അവസാനമല്ലേ ഞാൻ അയാൾക്കിട്ട് തല്ലിയത്, അത് അയാളെ ഇരന്ന് വാങ്ങിച്ചതല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എന്തോ ഒരു പ്ലാനിങ് ഇതിനിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നൊക്കെ പറയും. അപ്പോൾ രേവതിയും പറയും, ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് വർഷയും ശ്രീകാന്ത് ഇവിടെ വേണം, അച്ഛന് എല്ലാവരും ഒരുമിച്ച് ഇവിടെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കാൻ അവർക്ക് സന്തോഷമുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ, അതുകൊണ്ട് എന്ത് ചെയ്യാന്നൊക്കെ പറയും. സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. ശരിയാണ്, നമുക്കൊന്ന് ആലോചിച്ച് എങ്ങനെയും പക്ഷേ ശ്രീകാന്തിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ ഇവർ രണ്ടുപേരുടെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷയുടെ വീടാണ്. വർഷ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോഴത്തേന് മധുസൂദനും മഹിമയൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. അന്നേരം അവർ വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെ പോവാന്ന്. ഞാൻ ഓഫീസിൽ പോവാന്ന് പറയും. നീ എന്തിനാ ഇപ്പോൾ ഇനി സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന, ഈ ജോലി നിനക്ക് വേണമെന്നൊക്കെ ചോദിക്കും. അതിനെന്താ, എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ട് ഈ ജോലിക്ക് പോകുമെന്ന് പറയും. അതെന്തിനാണ് നീ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നത്, നിനക്ക് ഈ വീട്ടിലെങ്ങാനും ഇരുന്ന് റെസ്റ്റ് എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറയും, ഇനി ഞാനെന്തിനാണ് റെസ്റ്റ് എടുക്കുന്നത് ചോദിക്കും. അതല്ല ഇന്നലത്തെ പ്രശ്നത്തിൽ കണ്ടില്ലേ, നിൻ്റെ അച്ഛനെ അവൻ തല്ലിയില്ലേ, ആ തെമ്മാടി തല്ലിയില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ പിന്നെ അച്ഛൻ റെസ്റ്റ് എടുക്കുക, അച്ഛനിട്ടല്ലേ അടി കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറയും. മോളെ നീ ഇങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, നിനക്ക് ഇവിടെ എങ്ങാനും ഇരുന്നാൽ പോരെ. പിന്നെ അത് തന്നെയല്ല, നിനക്ക് ഈ ജോലി കൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാകാനാ, നിനക്ക് നല്ലൊരു ജോലി ഞാൻ വേണേൽ മേടിച്ച് തരാം, നീ ബിടെക് പാസ്സായതല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ആ എഞ്ചിനീയറിംഗ് ജോലിയൊന്നും വേണ്ട അച്ഛാ, ഇതിലാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് ഈ ജോലിക്ക് പോകുമെന്ന് പറയും. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഈ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് മഹിമ ചോദിക്കുന്നത്. അതെന്തിനാ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് ജോലി വിട്ടില്ലല്ലോ, അതുപോലെ തന്നെ ഞാനും ജോലി വിടുന്നില്ല. അമ്മയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ ജോലി വിട്ടോ, അതുപോലെ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി, എല്ലാവർക്കും ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോകും, ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ് വർഷം അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴത്തേനും മഹിമ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്
ഹസ്ബൻഡിൻ്റെ കൂടെ പോയതോ പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം അവരുടെ വീട്ടുകാരെങ്ങാനും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവളെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കും. ഉടനെ മധുസൂദനൻ പറയും, നീ അവളെ ഒന്നിനും തടസ്സപ്പെടാത്താനൊന്നും പോകണ്ട, അങ്ങനെ വല്ലതും തടസ്സപ്പെടുത്തിയ വാശിക്ക് അവൾ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയെന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വർഷ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് സാർ വർഷയൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പം വർഷയോട് ആ ആൾ പറയുന്നുണ്ട്, വർഷ നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്ന ആരാ സാറെന്ന് ചോദിക്കുന്നുണ്ട്. അത് പേരെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേന് രേവതി എന്നാണെന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി എന്നാ പേര് പറഞ്ഞത് എന്ന് പറയാം. നേരത്തേന് വർഷം അങ്ങ് വല്ലാതാകുന്നുണ്ട്. നേരത്തേന് വർഷ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നോക്കി രേവതി ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. ഇറങ്ങി വരുന്നതേ വർഷ രേവതിക്കിട്ടൊന്ന് നോക്കിയിട്ട് ഉടനെ അങ്ങ് പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ രേവതി പിടിച്ച് നിർത്തിയിട്ട്, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണമെന്നൊക്കെ പറയും. എനിക്കൊന്നും ഇപ്പോൾ കേൾക്കണ്ട ചേച്ചി എന്ന് പറയും. നിങ്ങൾ എന്താ അങ്ങോട്ട് വരാത്തത്? അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചേച്ചിയുടെ ഭർത്താവിന് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കും. എങ്ങനെ സച്ചിയേട്ടന് സന്തോഷമാകാനാ? വർഷയും ശ്രീകാന്തും അന്ന് അവിടെ നടന്ന സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ശരിക്കും എന്താ നടന്നെന്ന് വർഷ അറിയണമെന്നൊക്കെ പറയും. വർഷ പറയും, എനിക്കതൊന്നും അറിയണ്ട, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ തല്ലിയില്ല എന്നൊക്കെ ചോദിക്കും. പിന്നെ എന്നെ കള്ളിയെന്ന് വിളിക്കുകയും ഞാൻ മോഷ്ടിച്ചെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേന് സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നില്ലെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറയും. അത് എന്തായാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് എൻ്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെ മനസ്സിലാക്കിക്കാൻ? അതിനു മുമ്പ് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞെന്ന് വർഷയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഞാൻ മോഷ്ടിക്കുന്ന കുടുംബത്തിലെയാണ്, എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം മോഷ്ടാക്കളാണ്, അതുതന്നെയല്ല ഞാൻ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന കാശ് കൊണ്ടാണ് സച്ചിയേട്ടൻ കള്ള് കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അദ്ദേഹം വർഷയുടെ അച്ഛനെ പറഞ്ഞ് തിരുത്താനാണ് നോക്കിയത്. പക്ഷേ അദ്ദേഹം ഒന്നും കേൾക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം തൊട്ട് സച്ചിയേട്ടൻ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു, ആരോടും ഒരു വാക്ക് പോലും സംസാരിച്ചില്ലായിരുന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന ഒരാളെന്നൊക്കെ വർഷ പറയും. അതും രേവതി തന്നെ പറയും, അത് തന്നെയാണ് സംഭവിച്ചത്, ഞാൻ പറഞ്ഞിട്ട് പോലും സച്ചിയേട്ടൻ ആരോടും സംസാരിച്ചില്ലായിരുന്നു, നിനക്കൊക്കെ മോഷ്ടിക്കാതെ ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ വല്ല പിച്ച എടുത്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് വർഷയുടെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് രേവതി കരഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും ഷോക്ക് ആകുന്നുണ്ട് വർഷയ്ക്ക്. അന്നേരമാണ് വർഷ സംഭവങ്ങളൊക്കെ ശരിക്കും അറിയുന്നത്. ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വർഷയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.